അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് തിരുനൂർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ഇഷ്ക് വെച്ചവർ, അവിടുത്തെ സാമീപ്യം കൊതിച്ചവർ, അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചവർ, അവിടുത്തോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഇഷ്ടപ്പെട്ടവർ, ഈ ലോകത്തത് സാധ്യമായില്ലെങ്കിലും നാളെ മഅ്ശറയിൽ നിന്ന് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹിച്ചവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അഭിലാഷങ്ങളുമായി ജീവിച്ച പ്രിയപ്പെട്ട ആഷിഖുകളുടെ ലോകം എത്ര മനോഹരമാണ്. അവർ ഓരോ തരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒപ്പം അവിടുത്തെ തിരു സ്വഹാബത്തിൽ ഒരുവരായി ഒരുമിച്ച് കൂടാൻ സാധിച്ചവരിൽ തന്നെ എത്രയെത്ര കാറ്റഗറികളാണ്, എത്രയെത്ര ഇനങ്ങളിലാണ് വ്യത്യസ്തങ്ങളായ തരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വഹാബത്ത് ഖിദ്മത്ത് ചെയ്തത്. അവിടുത്തേക്ക് വുളുവെടുക്കാൻ പാതിരാത്രി വെള്ളവുമായി കാത്തിരുന്നവർ, അവിടുത്തെ ചെരുപ്പെടുക്കാൻ മത്സരിച്ചവർ, അവിടുത്തെ വസ്ത്രം അത് പാകപ്പെടുത്തി കൊടുക്കാൻ മത്സരിച്ചവർ, അവിടുത്തെ വടി എടുത്തു കൊടുക്കാൻ ഇഷ്ടപ്പെട്ടവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തെ സ്വഹാബത്ത് മത്സരിച്ചു. അവർ അതവരുടെ സ്വജീവിതത്തെക്കാൾ വലിയ ഒരു സേവനവും വലിയ ഒരു തൗഫീഖുമായി പരിഗണിക്കുകയും ചെയ്തു. പിൽക്കാലത്തും സമാനമായ രീതിയിൽ വ്യത്യസ്തങ്ങളായ ആവിഷ്കാരങ്ങളിലൂടെ ആ പ്രകടനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ച് നിരന്തരമായി കവിതകൾ എഴുതിയവർ, ആലപിച്ചവർ, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തവർ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവരിച്ച് പ്രഭാഷണങ്ങൾ നടത്തിയവർ, ഗ്രന്ഥരചനകൾ നടത്തിയവർ, ഗവേഷണങ്ങൾ നടത്തി വ്യത്യസ്തങ്ങളായ പഠന സബര്യകളിലൂടെ സമൂഹത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്തിയവർ, ഗവേഷണ ലോകത്ത് മിന്നിത്തിളങ്ങിയ താരകങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പുസ്തകങ്ങൾ അനേകം എഴുതിയവർ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് കിതാബുകൾ രചിച്ചവർ, ആ സ്വലാത്തുകളുടെ മഹാത്മ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അനേകം കിതാബുകൾ എഴുതി അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഇജാസത്തുകളിലൂടെ സമൂഹത്തിന് സ്വലാത്തിൻ്റെ മാധുര്യങ്ങൾ പകർന്നു കൊടുത്തവർ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് നിരന്തരമായി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ആവിഷ്കാരങ്ങളിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഒന്ന് പൊരുത്തപ്പെടണം, അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സാമീപ്യം ലഭിക്കണം, അവിടുത്തെ തൃപ്തി ലഭിക്കണം, മദദ് ലഭിക്കണം, തിരുനോട്ടം ലഭിക്കണം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളും അഭിലാഷങ്ങളുമായി ജീവിതത്തിൽ അങ്ങനെ ജീവിച്ചുപോയ മഹാത്മാക്കളുടെ പാത പിന്തുടർന്നുകൊണ്ട് നമുക്കും ജീവിക്കാനാകണം. വ്യത്യസ്തങ്ങളായ ഖിദ്മത്തുകളിലൂടെ ഈ മഹാത്മാക്കൾ പഠിപ്പിച്ച പാതയിലൂടെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഖിദ്മത്തുകൾ കൂടുതലായി ഏറ്റെടുത്തുകൊണ്ട് നമുക്കും അത്തരത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ്, തർബിയത്ത്, തിരുനോട്ടം, അവിടുത്തെ ഇജാബത്ത്, ഷഫാഅത്ത്, ഹുലൂരിയത്ത് ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് കരഗതമാക്കാനുള്ള ഇടപെടലുകളും അതിനുള്ള മാർഗങ്ങളും തേടിക്കൊണ്ട് നമ്മുടെ ജീവിതമാകുമ്പോൾ നമ്മുടെ ജീവിതം മനോഹരമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.